കഴിഞ്ഞ വീഡിയോയിൽ ഇൻഡക്ഷൻ കുക്കർ ഓണാവുന്നില്ല എന്ന് പറഞ്ഞൊരു കംപ്ലൈൻറ്റ് കണ്ടിരുന്നു. അപ്പോൾ ഓണാക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇൻഡിക്കേഷൻ ഉണ്ട്, എന്നാൽ ഓൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓണാവുന്നില്ല. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓഫ് ചെയ്തു. വീണ്ടും ഇത് അഴിച്ചെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അടിയിൽ സ്ക്രൂ ഉണ്ട്. ഇത് ഞാനിപ്പോൾ ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്, 6 സ്ക്രൂ. ഇതിന് ശേഷം മുകളിലോട്ട് സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ്, ഇവിടെ ഒരു ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു, അതായത് ഫ്രണ്ട് പാനൽ കണക്ഷനിൽ അത് ലോക്ക്, ആ കേബിൾ റിലീസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇളക്കിയെടുക്കാം. ഇതാണ്, ഈ കാണുന്നതാണ് കോയിൽ. ഈ കോയിലിൽ 3 സ്ക്രൂകളുണ്ടാവും, 1, 2, 3. ഞാനിപ്പോൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. അതിനുശേഷം സാവധാനം മുകളിലോട്ട് പൊക്കുക. വീണ്ടും ഒരു കോയിലിൻ്റെ കണക്ഷനുണ്ട്, ഈ കണക്ഷൻ, അത് റിമൂവ് ചെയ്യുക, സൈഡിലോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററൊക്കെ ഓക്കെ ആണോ, ഡയോഡ് ഇതെല്ലാം ഓക്കെ ആണോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലിപ്പം കംപ്ലൈൻറ്റ് ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. കാര്യം ഇതിൻ്റെ പവർ സ്വിച്ചാണ് കംപ്ലൈൻറ്റ്. മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 കംപ്ലൈൻറ്റ് വരാം. അതിൽ മെയിൻ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് പവർ സ്വിച്ച് ആയിരിക്കും. അതായത് ഇതിപ്പോൾ ഫിസിക്കലി നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇതാണ്ട് ഇവിടെ ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആണ്. ഇതാണ് സ്വിച്ച്. ഇത് പിന്നെ പൊട്ടിപ്പോയതാണ്. അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്താൽ മതിയാവും. ഇതിനു വേണ്ടി ഇവിടെ 4 സ്ക്രൂ ഉണ്ടാവും. 3 ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ട്. 4, ഇതിൽ 5 സ്ക്രൂ ഉണ്ട്. ഇങ്ങനെ ഇവിടുത്തെ പിന്നാണ് പോയത്, പവർ ബട്ടൺ. ആ ബട്ടൺ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം റെഡിയാവുന്നതായിരിക്കും.